ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നലെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഡയറ്റ് പ്ലാനിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ. പിന്നെ ഞാനൊരു ന്യൂസ് കേട്ടപ്പോൾ, അൺഫോർച്ചുനേറ്റ്ലി അതൊരു കുട്ടിയുടെ ഡെത്തിൻ്റെ ന്യൂസാണ്. കുട്ടി മരിച്ച ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ ഡയറ്റ് പ്ലാനിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയണമെന്നും വിചാരിച്ചു. ഈ ന്യൂസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, കണ്ണൂർ കൂത്തുപറമ്പിലുള്ള ശ്രീനന്ദ എന്ന് പറഞ്ഞിട്ടുള്ള വെറും 18 വയസ്സായിട്ടുള്ള ഒരു കുട്ടി യൂട്യൂബിൽ നോക്കിയിട്ട് ഡയറ്റ് പ്ലാൻ എടുത്തിട്ട് ആ കുട്ടി ഇന്ന് മരിച്ചുപോയി. അപ്പം ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാനിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാമെന്നാണ് കരുതിയത്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തായാലും ആ കാര്യം തന്നെ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കരുതുന്ന ഒരു കാര്യമാണ് പട്ടിണി കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും വെയിറ്റ് കുറയും എന്നുള്ളത്. പക്ഷെ അത് ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ബോഡി വീക്കായി പോകുക എന്നല്ലാതെ നമുക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. നമ്മൾ എത്ര പെട്ടെന്ന് കിടന്നാലും അതിനനുസരിച്ചിട്ട് നമുക്ക് ബോഡി അത്രയും വീക്കാവാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡയറ്റ് പ്ലാൻ ആയിട്ടുള്ള കാലറി ഡെഫിസിറ്റ് ഷെയർ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം എന്ന് വിചാരിച്ചാൽ പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ആമാശവും അന്നനാളവും ചുരുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര വലിയൊരു ഇഷ്യൂ ആണ്. നിങ്ങൾ ആ കുട്ടിയുടെ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കുട്ടി അത്ര വെയിറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാം, എന്താണ് കാലറി ഡെഫിസിറ്റ് എന്നുള്ളത്. നമ്മുടെ ബോഡിയിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു കാലറി ഉണ്ട്, അതാണ് കാലറി ഡെഫിസിറ്റ്. നമ്മുടെ ബോഡിക്ക് വേണ്ട ഡെഫിസിറ്റ് ആയിട്ടുള്ള കാലറി എന്ന് പറയുന്നത് അതാണ്. അതിലും കുറവ് നമ്മുടെ ബോഡി ഇൻടേക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ് വെയിറ്റ് ലോസ് ഉണ്ടാവും. ഇതിലും കൂടുതൽ ആ കാലറി മെയിൻറ്റെയിൻ കാലറിയേക്കാളും കൂടുതൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ എന്താണ് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. കുറവ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് വെയിറ്റ് ലോസ് ഉണ്ടാവും. ഈ ഒരു കാര്യം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കാലറി ഡെഫിസിറ്റ് നോക്കുക, ഡയറ്റ് പ്ലാൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയാണ് കാലറി ഡെഫിസിറ്റ് നോക്കുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഇപ്പം നമുക്ക് എന്താണ് മെറ്റാ എ ഉണ്ട്, ചാറ്റ് GPT ഉണ്ട്, ഈവൻ നമ്മുടെ ഗൂഗിളിൽ പോലും കാലറി ഡെഫിസിറ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാൽക്കുലേറ്റിംഗ് ആപ്പ് നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങളുടെ വെയിറ്റ്, ഇത് രണ്ടും അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻസ് കാലറി, വെയിറ്റ് ലോസ് കാലറി, വെയിറ്റ് ഗെയിൻ കാലറി ഏതാണ് നിങ്ങൾ ഓപ്ഷനായിട്ട് കൊടുക്കുന്നത് അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കഴിക്കേണ്ട കാലറി എത്രയാണെന്ന് നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ നിങ്ങൾ മോഡറേറ്റഡ് ആയിട്ടോ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന അതൊട്ടും വർക്കൗട്ട് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യണം എന്നുള്ള ഒരു കാലറി എന്താണ് അവർ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ അതുകൂടെ അറ്റാച്ച് ചെയ്യാം, എങ്ങനെയാണ് കാലറി ഡെഫിസിറ്റ് നോക്കേണ്ടത് എന്നുള്ള കാര്യം. എന്നൊരു പ്രോസസ്സ് ഒരുപാട് മിത്തിലൂടെയും അതുപോലെ തന്നെ പല എക്സ്പെരിമെന്റിലൂടെയും ഒക്കെ കടന്നു പോകുന്നൊരു കാര്യമാണ്. ഇതൊക്കെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറായിട്ട് വേണം നമ്മൾ എന്താണ് ഒരു ഡയറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു വലിയ പ്രോസസ്സാണ്. ഇതും ലൈഫിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും ഇതുവരെ കൺസേൺ ആവാത്തൊരു കാര്യമാണ് എൻ്റെ വെയിറ്റിനെ കുറിച്ചിട്ട്. അപ്പം ഞാൻ കൺസേൺ ആയിട്ട് ഒരു പുതിയൊരു ജേർണി അല്ലെങ്കിൽ ഒരു പുതിയ ലൈഫ് സ്റ്റൈൽ ഞാൻ അഡാപ്റ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്താണ് റിസർച്ച് ചെയ്യണം, എക്സ്പെരിമെന്റ് ചെയ്യണം, എന്താണ് ഇത് എന്നുള്ളത്. അല്ലാതെ യൂട്യൂബിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിൽ പലരും പല മെത്തേഡും പറയും. അത് അവർക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള ലോസാണ്. എല്ലാവരുടെയും ബോഡി ഒരേപോലെയല്ല. നമ്മൾ എല്ലാവരും എന്താണ് യുണീക്ക് ബോഡി സ്ട്രക്ചറുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്യാം. ഞാനും കീറ്റോ ഡയറ്റ് എടുത്തിരുന്ന ഒരാളാണ്, പക്ഷേ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കീറ്റോ എടുക്കുന്ന സമയത്ത് കീറ്റോ ഒരിക്കലും ഒരു ഹെൽത്തി ഡയറ്റ് അല്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് എത്ര കാലം കൊണ്ട് നിങ്ങൾ വെയിറ്റ് കുറയുന്നു എന്നല്ല, നിങ്ങൾ എങ്ങനെ ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ശ്രീനന്ദ എന്ന് പറയുന്ന കുട്ടിക്ക് എങ്ങനെയെങ്കിലും വെയിറ്റ് കുറയ്ക്കാന്നുള്ള ഒരു ഒന്നാമത് 18 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ ഇപ്പോഴത്തെ 2K കുട്ടികളെന്ന് പറയുമ്പോൾ 2000 കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൂടുതലായിട്ടും ഇതുപോലത്തെ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ അവർ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ എന്താണ് അവർ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യുക. പലരും പല രീതിയിലും പറയും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത കാര്യം നിങ്ങളുടെ ഫ്രണ്ടിന് വർക്കൗട്ട് ആണെന്നില്ല, മറ്റൊരാൾക്ക് അത് ഓക്കെ ആണെന്നില്ല. ആ ഒരു വ്യക്തിക്ക് ലോസ് ആയ മെത്തേഡ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഓക്കെ ആവുക. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ബോഡി നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. പ്രോട്ടീൻ കണ്ടന്റ്, വേണ്ട വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻ കണ്ടന്റും ഒക്കെ എന്താണ് വ്യത്യസ്തമാണല്ലേ. അപ്പോൾ മിക്ക രീതിയും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ ആ ഒരു വ്യക്തിക്ക് ഓക്കെ ആയിട്ടുള്ളൊരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും. ആ വ്യക്തി ഇപ്പോൾ ഒരു 150 ഗ്രാം റൈസ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള ഒരു 150 ഗ്രാം ആയിരിക്കും. പക്ഷെ നിങ്ങളപ്പോൾ 150 ഗ്രാം തന്നെ കഴിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് 200 ഗ്രാം ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലുള്ള ഫുഡ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വ്യത്യാസമായിരിക്കും ഇല്ലേ. അപ്പം അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം ഡയറ്റ് പ്ലാൻ ചെയ്യാൻ. നിങ്ങൾ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ നിങ്ങളെ ബോഡി എങ്ങനെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഒരു ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു ഡയറ്റീഷ്യനെ കാണുക. അതിനുശേഷം മാത്രം നിങ്ങൾ വെയിറ്റ് ലോസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക.
എനിക്കിപ്പോഴും പറയാനുള്ളത്, ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ ഇവൻ ഞാൻ പോലും ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഓക്കെ ആയിട്ടുള്ള, എനിക്ക് എക്സ്പെരിമെൻ്റ് ചെയ്തിട്ട് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. എനിക്ക് സക്സസ് ആവാത്ത കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ മേ ബി ഷെയർ ചെയ്യാതിരിക്കാം. പക്ഷെ ഓരോ ആൾക്കാർക്കും സക്സസ് ആയ കാര്യം മാത്രം നോക്കിയിട്ട് ഇത് കൊള്ളാം, എന്നാൽ ഇങ്ങനെ ചെയ്ത് നോക്കി നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും ഫോളോ അപ്പ് ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ച് മാത്രം ചെയ്യാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ആ കുട്ടിയുടെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഓക്കെ, ബൈ.